ഉള്ള ദുരിതം തുടരുകയാണ്. കള്ളപ്പണം തടയാനെന്ന് പറഞ്ഞാണ് നോട്ട് പിൻവലിക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചത്. എന്നാൽ പിൻവലിച്ച തുകയുടെ 97% തിരിച്ചെത്തിയതോടെ കള്ളപ്പണം പിടിക്കാനെന്ന വാദം പൊളിയുന്നു. അതേസമയം ATMകളിലും ബാങ്കുകളിലും ആവശ്യത്തിന് പണമില്ല. നോട്ട് പിൻവലിച്ചതിനെ തുടർന്ന് ഇളവുകളുടെ കാലാവധി ഡിസംബർ 31 അവസാനിച്ചു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ലേഖകന്മാർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റവും പുതിയ ജനങ്ങളുടെ ദുരിതത്തിൻ്റെ വാർത്തകൾ നൽകും. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, തിരുവനന്തപുരത്തെ ATMകളുടെ തലസ്ഥാനത്തെ ATMകളുടെ സ്ഥിതി എന്താണ്? റിസർവ് ബാങ്കിൻ്റെ ഒക്കെ തന്നെ മേഖല ഒക്കെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. ജനങ്ങളുടെ ദുരിതത്തിന് ഒരു പരിഹാരവും 50 നാൾ പിന്നിട്ട് 10 ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലും കാണാൻ കഴിയുകയാണ്. ആ തരത്തിൽ പ്രതീക്ഷയെ കേന്ദ്രം പറഞ്ഞ സമയപരിധി അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് കടന്നിട്ടും റിസർവ് ബാങ്ക് പുതിയ നിർദ്ദേശങ്ങളൊന്നും ബാങ്കിന് നൽകാത്തതിനെ തുടർന്ന് തന്നെ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഒരു ദിവസം ATMൽ നിന്ന് 4500 രൂപ പിൻവലിക്കാം എന്നുള്ളതാണ്. തലസ്ഥാനത്തെ SBTയുടെയും SBIയുടെയും ATMകളിൽ 2000 രൂപ നോട്ട് മാത്രമാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ 4500 എന്ന് പറഞ്ഞ് നമ്മൾ ATMൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 4000 രൂപ മാത്രമായിരിക്കും. അപ്പോൾ 500 രൂപ നമുക്ക് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം. അടുത്ത ദിവസം വീണ്ടും മറ്റൊരു ATMലേക്ക് 4000 രൂപയ്ക്ക് വേണ്ടി തന്നെ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പല ATMകളിലും ഉണ്ടായിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ATMകളിൽ ആവശ്യത്തിന് പണം നിറച്ചിട്ടുള്ളത്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥിതിഗതി വളരെ രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെയുള്ള ATMകളിൽ ഇപ്പോഴും നോട്ട് ക്ഷാമം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമാണ്. കാരണം പല ATMകളിലും ആവശ്യത്തിന് പണം നിക്ഷേപിച്ചിട്ടില്ല, പണം ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് പ്രശ്നമായി കാണുന്നത്. ഇന്നലെ തന്നെ ട്രഷറികളിലൊക്കെ പല ട്രഷറികളിലും ഇടയ്ക്കിടയ്ക്ക് ഈ നെറ്റ്വർക്ക് സംവിധാനം തകരാറിലാകുന്നത് ഇവിടെ എത്തുന്ന പണം വാങ്ങാനായി എത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ബാങ്കിൽ 24,000 രൂപയാണ് ഒരുമിച്ച് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാനായി ഒരു ആഴ്ചയിൽ പിൻവലിക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ള സമയം. അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ പിൻവലിക്കാമോ എന്നുള്ളത് സംബന്ധിച്ചൊരു കാര്യവും ബാങ്കിന് നിർദ്ദേശം നൽകിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നത് അത് സംസ്ഥാനത്തുടനീളം ഉള്ള ഒരു പ്രശ്നമാണ്. വിവാഹത്തിന് വേണ്ടി 2.5 ലക്ഷം രൂപ വരെ ഈ നിയമത്തിന് വിധേയമായിക്കൊണ്ട് തന്നെ പിൻവലിക്കാനായിട്ടുള്ള ഒരു അവസരം റിസർവ് ബാങ്ക് നൽകിയിരുന്നു. അത് കാലാവധി അവസാനിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിവാഹം നിശ്ചയിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്നത്. കാരണം അവർക്ക് ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പലരും റിസർവ് ബാങ്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം രേഖകളും റിക്വസ്റ്റ് ലെറ്ററും അതുപോലെ തന്നെ സമ്മതപത്രവും ഒക്കെ ആയി ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് 24,000 രൂപ മാത്രം വേണമെങ്കിൽ ഒരാഴ്ച പിൻവലിക്കാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അത് അത്തരക്കാരെ വളരെയധികം ദുരിതത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടി വരുന്നത്. പല ATMകളിലും ഈ ഒരു പുതിയ ഒരു മാനദണ്ഡം 4,500 എന്നുള്ള ഒരു പരിധി വന്നപ്പോൾ അതിനനുസരിച്ച് 100ൻ്റെയോ 50ൻ്റെയോ നോട്ടുകൾ നിറയ്ക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ബഹുഭൂരിപക്ഷം ATMകളിലും ഇപ്പോൾ ലഭിക്കുന്നത് 2000ൻ്റെ നോട്ടുകൾ മാത്രമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ചില്ലറയ്ക്ക് വേണ്ടി പലരും കയറി ഇറങ്ങുന്ന കാഴ്ചയും പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുകിട തൊഴിലാളികളെ ഇത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, കുരുമുളക് വ്യവസായത്തെയും അതുപോലെ തന്നെ ഈ കുടിൽ വ്യവസായമായ പരമ്പരാഗത വ്യവസായം, നെയ്ത്ത്, അത് പായ, അതുപോലെ വട്ടി തുടങ്ങിയവയൊക്കെ ആ മേഖലയിലൊക്കെ ഈ ഒരു നോട്ട് പ്രതിസന്ധി വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. യെസ്, തീർച്ചയായും മടങ്ങിയെത്താം. കൊടുങ്കെടുതിയുടെ 55 നാൾ പിന്നിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാട്. ഒരു തരത്തിലും മയപ്പെടുന്നില്ല. ദുരിതം തുടരുക തന്നെയാണ് കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും രാജ്യത്തെ സ്ഥിതിയും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിലുള്ള വെള്ളം ചേർക്കലും വെളിപ്പെടുത്തും. സന്തോഷ്, വഞ്ചിച്ചിരിക്കുന്നു ഇന്ത്യൻ ജനതയെ എന്ന് 55 നാളുകൾ പിന്നിടുമ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നു. കാരണം 97% നോട്ടുകളും തിരിച്ച് എത്തിയിരിക്കുന്നു. എന്ത് ആണോ മുന്നോട്ട് വെച്ച ഘടകങ്ങൾ, ഒന്ന് കള്ളപ്പണം, 2 കള്ളനോട്ട്, ഭീകരവാദം, ഈ പറഞ്ഞ പ്രഖ്യാപിത നയങ്ങൾ ഒക്കെ അപ്രസക്തമാണ് എന്ന് ഈ നാളുകൾ പിന്നിടുമ്പോഴും മനസ്സിലാക്കുകയാണോ? ഇതിൽ ബലിയാടായത് ജനം മാത്രം. ഇതിൻ്റെ
എന്തായിരുന്നു ഉദ്ദേശ ലക്ഷ്യം? അത് പൂർത്തീകരിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണോ കേന്ദ്രം ഇപ്പോഴും പ്രതിരോധത്തിൽ ഒരു നിലപാട് പോലും വ്യക്തമാക്കാൻ നേതൃത്വത്തിന് മോദിക്ക് കഴിയാതെ പോകുന്നത്? എന്താണ് ഇതിൻ്റെ വസ്തുതാപരമായ ഒരു വിലയിരുത്തലിലേക്ക് ഈ 55-ാം നാൾ കടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? പ്രജീഷ്, ഇക്കാര്യത്തിൽ മറുപടി നൽകുമ്പോൾ നമുക്ക് കണക്കുകൾ തന്നെ പരിശോധിച്ചുകൊണ്ട് തുടങ്ങാം. നവംബർ 8-ാം തീയതി പ്രധാനമന്ത്രി അർദ്ധരാത്രിയോടുകൂടി 500,000 നോട്ടുകൾ നിരോധിച്ചപ്പോൾ ഇന്ത്യയിൽ ക്രയവിക്രയം ചെയ്തിരുന്നത് 15 ലക്ഷം കോടിയുടെ 500,000 നോട്ടുകളായിരുന്നു. ഡിസംബർ 30-ാം തീയതി വരെ ഈ നോട്ട് മാറ്റിയെടുക്കാം എന്നെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിനുശേഷം ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം ഔദ്യോഗികമായി ഡിസംബർ 10 വരെ ലഭിച്ച കണക്കുകൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ടിട്ടുണ്ട്. 12.43 ലക്ഷം കോടി രൂപ തിരികെ ലഭിച്ചു എന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചത്. എന്നാൽ ഡിസംബർ 30 വരെയുള്ള കണക്കുകൾ ഇന്ത്യയിലെ സാമ്പത്തികാര്യ സ്ഥാപനമായ ബ്ലൂബർഗ് പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം 14.9 ലക്ഷം കോടി രൂപ തിരിച്ച് ബാങ്കുകൾ എത്തിയിട്ടുണ്ട്. അതായത് നിരോധിക്കുന്ന പ്രഖ്യാപനം വരുമ്പോൾ 15 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ മാർക്കറ്റിലുണ്ടായിരുന്നെങ്കിൽ അത് തിരികെ പൂർണ്ണമായും 97% തുകയും തിരികെ എത്തി എന്നതാണ്. ഇവിടെയാണ് കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കുന്നതും. കാരണം കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടിയിരുന്നത് 3 ലക്ഷം മുതൽ 5 ലക്ഷം കോടി രൂപ വരെ ഇക്കാര്യത്തിൽ കള്ളപ്പണമാണ്, നികുതി അടയ്ക്കാത്ത തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തുകകളൊന്നും ബാങ്കിലേക്ക് തിരികെ എത്തില്ല. അത്രയും രൂപയുടെ ഒരു കുറവ് ബാങ്കുകളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകും എന്നായിരുന്നു കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് കള്ളപ്പണത്തിന്റെ മൂല്യം വളരെയേറെ കള്ളപ്പണം മാർക്കറ്റിൽ ഇല്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ. അതായത് കേന്ദ്ര സർക്കാർ കള്ളപ്പണ വേട്ട എന്ന രീതിയിൽ ആരംഭിച്ച ഈ നോട്ട് നിരോധനം ഒരു തരത്തിലും ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ ദുരിതത്തിലാക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ബന്ധപ്പെട്ട് പ്രതികരണം ആരായാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി GST യോഗത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ ഉയർത്തിയിരുന്നു. പ്രതീക്ഷിച്ച കള്ളപ്പണം തിരികെ ബാങ്കിൽ എത്തിയില്ല, തിരികെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മാർക്കറ്റിലുണ്ടായിരുന്ന പണം മുഴുവൻ തിരികെ എത്തിയല്ലോ എന്ന് ചോദിച്ചപ്പോഴും ഇക്കാര്യത്തിൽ തനിക്ക് വിവരങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി ശക്തികാന്ത് ദാസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ബാങ്കുകളോട് റിസർവ് ബാങ്ക് ലഭിച്ച കണക്കുകൾ വീണ്ടും പരിശോധിക്കാൻ, അതായത് ഡബിൾ കൗണ്ടിംഗ് നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ബാങ്കുകളും ഡിസംബർ 30 വരെ ലഭിച്ച എല്ലാ നോട്ടുകളുടെ എണ്ണം വീണ്ടും പരിശോധിച്ചുകൊണ്ട് റിസർവ് ബാങ്കിനെ അറിയിക്കണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റിസർവ് ബാങ്ക് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഗ്രാമീണ മേഖലയിൽ നോട്ട് ക്ഷാമം അതിരൂക്ഷമായി തുടരുന്നു. ഇത് എത്തിക്കാനുള്ള നടപടികൾ ഉടനെയൊന്നും തീരില്ല എന്ന് തന്നെയാണ്. പ്രതീക്ഷ. യെസ്, അതാണ് ദില്ലിയിൽ നിന്നുള്ള ചിത്രങ്ങൾ. ഇനി കൊച്ചിയിലേക്ക് വരുമ്പോൾ സലി മുഹമ്മദ് ചേരുന്നു. സലി, നിയന്ത്രണങ്ങളിൽ ഒരുപക്ഷെ ഇളവ് പിൻവലിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് കൂടുതൽ ദുരിതത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുകയാണ്. കാരണം സർവീസ് ചാർജ് പോലും ഡിസംബർ 30 വരെ ഈടാക്കുന്ന ആ ഒരു നടപടിക്രമം അത് പിൻവലിച്ചിപ്പോൾ ജനത്തെ കൂടുതൽ, കാരണം ഒരു ദിവസം പിൻവലിക്കേണ്ടി വരുന്ന പണത്തിൻ്റെ അളവ് അതിനുശേഷം സർവീസ് ചാർജായി ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കൊടും കൊള്ള, അത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ? വ്യവസായ മേഖല, കൊച്ചിയിലെ മേഖല എല്ലാം തന്നെ സ്തംഭിച്ച അവസ്ഥയിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനം വലിയ ക്ഷമാശീലരായി മാറുന്ന ഒരു സാഹചര്യം ഇപ്പോഴും കാണുന്നുണ്ട്. അതേസമയം യാഥാർത്ഥ്യം നമുക്ക് വ്യക്തമാക്കേണ്ടി വരുന്നു. കൊച്ചിയിലെയൊക്കെ സ്ഥിതി എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? പ്രതീക്ഷ, നവംബർ 8 പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം ആരംഭിച്ച തീരാ ദുരിതത്തിന് ഇപ്പോഴും അറുതിയായിട്ടില്ല കേരളത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. കൊച്ചിയിലെയും മധ്യ കേരളത്തിലെയും സ്ഥിതി സമാനമായി തന്നെ നിലനിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ പ്രതിഷേധം ഈ ദുരിതത്തെ തുടർന്ന് കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ചില ഇളവുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇളവ് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഓരോ മാസവും ഉപഭോക്താവിന് ATM ഉപയോഗിക്കാവുന്നതിന് ചില നിയന്ത്രണങ്ങൾ മുൻപുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു ഇളവായിരുന്നു പ്രഖ്യാപിച്ചത്. അതായത് എത്ര തവണ ATM ഉപയോഗിച്ചാലും അതിന് ഡിസംബർ 30 വരെ സർവീസ് ചാർജ് നൽകേണ്ടതില്ല എന്ന ഒരു ഇളവായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ആ ഇളവ് കഴിഞ്ഞ ഡിസംബർ 30 അവസാനിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ പണം വീണ്ടും ATM-ൽ വീണ്ടും ഉപയോഗിക്കുന്ന ആളുകൾക്ക്, സ്വന്തം പണ ആവശ്യത്തിനു വേണ്ടി, സാമ്പത്തിക ആവശ്യത്തിനു വേണ്ടി ATM ഉപയോഗിക്കുന്നവർക്ക് വലിയ തോതിൽ സർവീസ് ചാർജ്
ബാങ്കുകൾക്ക് നൽകേണ്ട സ്ഥിതി വീണ്ടും സംജാതമായിരിക്കുന്നു. നിലവിലുള്ള സ്ഥിതി പ്രതിമാസം സ്വന്തം അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ ATM 5 തവണയും മറ്റ് ഇതര ബാങ്കുകളുടെ ATMകൾ 3 തവണയും ഉപയോഗിക്കാം ആയിരുന്നു മുമ്പുണ്ടായിരുന്ന നിയന്ത്രണം. അതിന് മുകളിൽ ഉപയോഗിക്കുന്നതിനൊക്കെ ഓരോ ഉപയോഗത്തിനും 20 രൂപ, ഓരോ ട്രാൻസാക്ഷനും 20 രൂപ നൽകണം എന്നതായിരുന്നു ഫീസ് സർവീസ് ചാർജായി ചുമത്തിയിരുന്നത്. അത് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഇളവ് ഡിസംബർ 30 അവസാനിച്ചിരിക്കുന്നു. അത് സംബന്ധിച്ച് പുതിയ തീരുമാനങ്ങളൊന്നും വരാത്ത പശ്ചാത്തലത്തിൽ ബാങ്കുകൾ ഇപ്പോൾ ഈ ATMകളുടെ ഉപയോഗത്തിന് സർവീസ് ചാർജ് ഈടാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു ന്യായം കേന്ദ്ര സർക്കാർ പറഞ്ഞത്, ഒരു തവണ ATMൽ നിന്ന് പിൻവലിക്കാവുന്ന പണം 2000 കുറച്ചെങ്കിലും ഇപ്പോൾ ഡിസംബർ 30 അത് 4500 വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളൊരു ന്യായം പറഞ്ഞാണ് ഈ സർവീസ് ചാർജുകൾ പുനഃസ്ഥാപിച്ചത്. പക്ഷേ നമുക്കൊക്കെ മനസ്സിലായൊരു കാര്യം, പല ബാങ്കുകളിലും ഇപ്പോഴും 2000 തന്നെയാണ് ഒറ്റത്തവണ അല്ലെങ്കിൽ ഒരു ദിവസം പിൻവലിക്കാവുന്ന തുക 2000 തന്നെയായി അവശേഷിക്കുകയാണ്. അതിന് സാങ്കേതികമായി ചില മാറ്റങ്ങൾ അതിൻ്റെ സോഫ്റ്റ്വെയറിൽ മറ്റും വരുത്തണം എന്നാണ് ബാങ്ക് അധികാരികൾ പറയുന്നത്. ചുരുക്കത്തിൽ ഇപ്പോഴും 2000 രൂപ മാത്രമേ ചില ബാങ്കുകളിലെങ്കിലും, SBTയിലും SBIയിലും അതിൻ്റെ സാങ്കേതികമായ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് SBI പറയുന്നത്. പക്ഷേ മറ്റ് പല ബാങ്കുകളിലും ഇപ്പോഴും 2000 രൂപ മാത്രമേ പ്രതിദിനം ATMൽ നിന്ന് പിൻവലിക്കാൻ കഴിയൂ. ആ തുക വർദ്ധിപ്പിക്കാതെ തന്നെ ATM ഉപയോഗത്തിന് സർവീസ് ചാർജ് പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ചെറുതല്ലാത്ത ദുരിതമാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം വലിയ തുക ബാങ്കുകൾ സർവീസ് ചാർജായി അക്കൗണ്ട് ഉടമകളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. സമാനമായ ഒട്ടനവധി ഇളവുകൾ ചില കാര്യങ്ങളിലെങ്കിലും പ്രഖ്യാപിച്ചിരുന്നു. ആ ഇളവുകളെല്ലാം ഒന്നൊന്നായി പിൻവലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജനങ്ങളുടെ പ്രതിഷേധം അല്പമെങ്കിലും തണുക്കുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ബാങ്കുകൾക്ക് കൂടുതൽ കൊള്ളയടിക്കാനും ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കാനുമുള്ള ആ നിയന്ത്രണങ്ങളും നയങ്ങളും ബാങ്കുകൾ നടപ്പിലാക്കുന്നു. അതിന് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച ATM ഉപയോഗത്തിലുള്ള സർവീസ് ചാർജ് പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവ്. അത്തരം നിരവധി ഇളവുകൾ ഈ ഡിസംബർ 30 അവസാനിച്ചു. ആ ഇളവുകളൊന്നും പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല. ജനങ്ങളുടെ ദുരിതം മാറിയിട്ടില്ലെങ്കിലും ആ ഇളവുകൾ നൽകാനുള്ള തീരുമാനം സർക്കാർ ഇനിയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാലി, മധ്യകേരളത്തിലെ തീരപ്രദേശങ്ങളുണ്ട്, തീരമേഖല, കച്ചവട സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ തന്നെ പ്രത്യേകിച്ച് വലിയൊരു അപ്പർ ക്ലാസ് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ആളുകൾ ദൈനംദിന ആവശ്യത്തിന് വേണ്ടി ബാങ്ക് മേഖലയെ സമീപിക്കുന്നവർ, ബാക്കിയുള്ള മറ്റ് മേഖലയിലൊക്കെ തന്നെ ബിസിനസ് മേഖല, ഒരുപക്ഷെ നെറ്റ് ട്രാൻസ്ഫറിനെ അടക്കം ആശ്രയിക്കുന്ന വലിയൊരു വിഭാഗമാണ്. അവരങ്ങനെ പോകും. പക്ഷേ ഇവിടെ സാധാരണക്കാരായ വിഭാഗം ഏത് രീതിയിലാണ് തീരദേശ മേഖലയിലൊക്കെ ഈ നോട്ട് പ്രതിസന്ധി അതോ പൊരുത്തപ്പെട്ട് കഴിഞ്ഞ് മൗനം പാലിച്ച് ക്ഷമാശീലരായി മുന്നോട്ട് പോകുമ്പോഴും വിവാഹമടക്കമുണ്ട്, മാത്രമല്ല മറ്റ് ദൈനംദിന ആശുപത്രി കേസൊക്കെ, ഇവിടെയൊക്കെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു? പലതും വാർത്തകളായി പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യമുണ്ട്. യാഥാർത്ഥ്യം നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ടോ? കാണാൻ അത്തരം ഉദാഹരണങ്ങൾ ഈ തീരദേശ മേഖലയിലെ ദുരിതത്തിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ടോ? പ്രജീഷ്, തീർച്ചയായും പ്രധാനമായും നഗര കേന്ദ്രീകൃതമായ മേഖലകൾ, ഇപ്പോൾ കൊച്ചി ഒക്കെ ഉൾപ്പെടുന്ന മേഖലകളിൽ ATMകളും ബാങ്കുകളുടെയും സൗകര്യങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ, അല്ലെങ്കിൽ സമ്പന്ന മധ്യവർഗം അധിവസിക്കുന്ന നഗര മേഖലകളിൽ ഈ പ്രതിസന്ധിക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു അയവ് വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇതിനേക്കാൾ വലിയ ജനവിഭാഗം, ഇതിനേക്കാൾ നിരവധി പേർ താമസിക്കുന്ന തോട്ടം മേഖല, ഇടുക്കിയിലെ തോട്ടം മേഖല, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ തീരമേഖല, ഒപ്പം തന്നെ ഇതൊന്നും അല്ലാത്ത പൊതുവിൽ ഗ്രാമീണ മേഖലകളിൽ ബാങ്കുകളുടെ സാന്നിധ്യവും ATMകളുടെ സാന്നിധ്യവും ഒക്കെ കുറവുള്ള മേഖലകളിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് കറൻസി ക്ഷാമം സൃഷ്ടിച്ചിരിക്കുന്നത്. തൊഴിലില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം, പെരുമ്പാവൂരിലൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏതാണ്ട് 50% മുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരു തരത്തിലും ഈ നവംബർ 8 പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടുകൂടി സംജാതമായ ആ ദുർഘടമായ ദുരവസ്ഥ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സ്ഥിതി. കേന്ദ്ര സർക്കാരും ഒക്കെ പ്രചരിപ്പിക്കുന്ന പോലെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് വെറും പ്രചരണം മാത്രമാണെന്ന് സാധാരണ ഗ്രാമീണ ജീവിതം നേരിട്ടറിഞ്ഞാൽ വ്യക്തമാണ്. വിശേഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
തീരമേഖലയിലും മത്സ്യത്തൊഴിലാളി മേഖലയിലും ഒപ്പം തോട്ടം മേഖലയിലും സാധാരണ ഗ്രാമജീവിതത്തിലും ഒക്കെ ഈ ദുരിതം ഇപ്പോഴും പ്രതിഫലിക്കുക തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഹകരണ മേഖലയിൽ ഈ സാധാരണക്കാരൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ഒരു പരിധിവരെ നിർവഹിച്ചിരുന്ന സഹകരണ മേഖല അപ്പാടെ നിശ്ചലമായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് ഉണ്ടായപ്പോൾ, സഹകരണ ബാങ്കുകൾ സമർപ്പിച്ച കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ വച്ച ഒരു നിർദ്ദേശം സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തതാണ്. ഡിസംബർ 30 ശേഷം ഈ സഹകരണ ബാങ്കുകൾ നവംബർ 8 മുതൽ 14 വരെ സ്വീകരിച്ച ആ തുക, വലിയ കോടികൾ വരും ഓരോ ബാങ്കുകളിലും വന്ന നിക്ഷേപ തുക, ആ തുക സർക്കാർ റിസർവ് ബാങ്കിലേക്ക് സ്വീകരിക്കാം എന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതി മുമ്പാകെ കേന്ദ്ര സർക്കാർ വയ്ക്കുകയും സുപ്രീം കോടതി അംഗീകരിക്കുക ഉത്തരവായി വരികയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ 30-ാം തീയതിന് ശേഷം ഇന്ന് 5-ാം തീയതി ആയിരിക്കുന്നു. ഈ 5 ദിവസം കൊണ്ടും അക്കാര്യത്തിൽ ഒരു ഉത്തരവ് പോലും ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ സഹകരണ ബാങ്കുകൾ അന്ന് സ്വീകരിച്ച നിക്ഷേപങ്ങൾ ഇപ്പോഴും സഹകരണ ബാങ്കുകളുടെ കൈവശം തന്നെ ഇരിക്കുകയാണ്. അതിന്മേൽ ഒരു ഉത്തരവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ സഹകരണ ബാങ്കുകളെ തകർക്കുന്ന സമീപനത്തിന്റെ അതാണ് മധ്യകാലത്ത് നിന്നുള്ള ദുരിത കാഴ്ചകൾ. ഇനി മലബാറിലെ ദുരിത കാഴ്ചകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിജു വിശദാംശങ്ങൾ നൽകും. സിജു, മലബാർ മേഖലയിലെ ATMകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? ജനങ്ങൾ അവിടെ വിവാഹമടക്കം ഒട്ടേറെ നടക്കുന്ന സമയമാണ്. ഈ ഘട്ടത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ നാളുകൾ തള്ളി നീക്കുന്നത്? പ്രജീഷ്, നവംബർ 8-ന് നോട്ട് 500,000 രൂപ നോട്ടുകൾ നിരോധിച്ചതിന് ശേഷം ഏതാണ്ട് 2 മാസത്തോടടുക്കുന്നു. ഇപ്പോഴും മലബാർ മേഖലയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നോട്ട് നിരോധനത്തിന് ശേഷം പുതിയ നോട്ടുകൾ 2000 രൂപയുടെ നോട്ടുകളും 500 രൂപയുടെ നോട്ടുകളും ഈ ATMകളിലും ബാങ്കുകളിലും എത്തിച്ചിരുന്നെങ്കിലും ഒരുപക്ഷെ കേരളം എടുത്തു പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്നത് മലബാർ മേഖലയിലാണ്. കാരണം മലബാർ മേഖലയിലെ ATMകളിൽ നിരവധി ആളുകൾ ക്യൂ നിൽക്കുകയും അതോടൊപ്പം തന്നെ ബാങ്കുകളിലും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ആ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ATMകൾക്ക് മുന്നിൽ ഇപ്പോഴും ആളുകൾ ക്യൂ നിന്ന് പണം പിൻവലിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതും പല ATMകളിലും ലഭിക്കുന്നത് 2000 രൂപയുടെ നോട്ടുകൾ മാത്രമാണ്. 500 രൂപയുടെ പുതിയ നോട്ട് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും പല ATMകളിലും ഇത് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. നിലവിൽ RBI ഉൾപ്പെടെ സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു ശേഷം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിരവധി ഇളവുകൾ അനുവദിച്ചിരുന്നു. ഈ ഇളവുകൾ പ്രധാനമന്ത്രി പറഞ്ഞ 50 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡിസംബർ 31-ന് ശേഷം ഈ ഇളവുകൾ പിൻവലിച്ചത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല ATMകളും ഇപ്പോഴും പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് പ്രവർത്തനം എത്തിയിട്ടില്ല. 4 or 5 അതിലധികമോ ATMകളിൽ പോയാൽ മാത്രമേ സാധാരണക്കാർക്ക് പണം പിൻവലിക്കാൻ കഴിയൂ എന്ന ഒരു സാഹചര്യമാണുള്ളത്. മലബാർ മേഖലയിൽ നിന്നുള്ള കാഴ്ചകളും ദുരിതം തന്നെ സർവത്ര. കേരളം ഉൾപ്പെടെ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇതേ കാഴ്ച തന്നെയാണ് ഈ 55 ദിവസം നോട്ട് നിരോധനം കഴിഞ്ഞ ശേഷവും കാണാൻ കഴിയുന്നത്.